ഹായ് നമസ്കാരം. ഞങ്ങൾ ഇന്ന് കോട്ടയം അമ്മച്ചി കൊട്ടാരത്തിനടുത്തുള്ള തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലാണ്. ഒരു ഷോർട്ട് ഫിലിമുമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് എത്തിയിരിക്കുന്നത്. നിമിത്തം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഷോർട്ട് ഫിലിമിൽ കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും ഏകദേശം എല്ലാ ജില്ലകളിലുള്ള ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ ചെയ്തിരിക്കുന്നത് നിതിൻ പോൾ ആലപ്പുഴയാണ്. അദ്ദേഹം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം കൂടുതൽ നിതിൻ പോൾ ആലപ്പുഴ പറയുന്നത്. ഹായ് നമസ്കാരം. നമ്മൾ ഷായി ചേട്ടൻ മുരുകേടാ. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞങ്ങൾ 2 ദിവസമായി ഇവിടെ എത്തിയിട്ട്. ഇപ്പോൾ ഷൂട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിമിത്തം എന്ന് പറയുന്നത് എന്തോ നല്ലൊരു നിമിത്തമാണത്. കാരണം വെച്ചാൽ ഇപ്പം ഈ ലഹരിയുമായിട്ട് അഡിക്റ്റ് ചെയ്തിട്ട് ഒത്തിരി പേര് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള എന്താണ് മോശമായിട്ടുള്ളത് അത് തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം നമ്മളുടെ സുഹൃത്ത് ബന്ധം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ഡെപ്ത് ആയിട്ടുള്ളൊരു കണ്ടന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് അങ്ങനെ ഒത്തിരി നമുക്ക് മനസ്സിലേക്ക് ഹാർട്ട് ടച്ച് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് ചെയ്യുന്നതാണ് ഒരു നിമിത്തം എന്ന് പറയുന്ന രീതിയിൽ ഞാനത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസം വന്ന് നോക്കി. ഇപ്പം ഷൂട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഷായേട്ടനാണ്, കോട്ടയം തന്നെയാണ്, കോട്ടയം ഷാജി എന്ന് അറിയപ്പെടുന്നത്. കോട്ടയം ഷാജി ചേട്ടാ 2 വാക്ക് നമ്മുടെ നിമിത്തത്തെ കുറിച്ചൊന്ന്, എങ്ങനെയാണ് ഷൂട്ടിനെ കുറിച്ച്? കോട്ടയത്തിൽ നിന്നും ഈ നിമിത്തം എന്ന ഷോർട്ട് ഫിലിമിന് അഭിനയിക്കുന്നതിന് എനിക്കും ഒരു ചാൻസ് കിട്ടി. പക്ഷെ ഇതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ വരും തലമുറയ്ക്ക് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മോചനം ലഭിക്കേണ്ടത് ആവശ്യമാണ് എന്ന നിലയ്ക്കുള്ള ഒരു നല്ല കഥയും സമൂഹത്തിൽ ഉയർന്നു വരുന്ന ജാതീയ ചിന്ത, മതചിന്ത ഇതെല്ലാം വിട്ടുമാറുകയും ഒരേ ഹൃദയത്തോടു കൂടി ഒരുമിച്ച് നിന്ന് പോരാടി സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്ന് തെളിയിക്കുന്ന ഒരു നല്ല കഥയായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇതിനകത്ത് അഭിനയിക്കാൻ കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ വിളിച്ചവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കറക്റ്റാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എല്ലാ കണ്ടന്റും അതിൻ്റെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ അതേതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. അത് കോമഡി ഉണ്ട്, അതിൽ ട്രാജഡി ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം ചേർത്ത് ഒരു ഫിലിം, ഒരു മൂവി കാണുന്ന എങ്ങനെയാണോ അതേ എഫക്റ്റിലല്ലേ. അതെ, ഇന്ന് കൗമാരക്കാർക്ക് ഒരുപാട് പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയിൽ വരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയത്തിലേക്കും ലഹരി മരുന്നിലേക്കും അടിമപ്പെട്ടു പോവുകയാണ്. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് കുട്ടികളൊന്നും മനസ്സിലാക്കാത്ത കാര്യം, അല്ല എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുകൂടി ഇതിലൂടെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവരും അതിൻ്റെതായ രീതിയിൽ തന്നെ ഏറ്റെടുത്ത് കൂടുതൽ സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുന്നൂർ രവിയാണ്. വെച്ചാൽ നസീർ സാറിൻ്റെ ആ കാലം മുതൽ ഈ ഒരു നിമിഷം വരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പുന്നൂർ രവി. പിന്നെ ഇത് ക്യാമറ BOP ഇത് ചെയ്യുന്നത് നമ്മളുടെ സന്തോഷ് ചേട്ടനാണ്, പട്ടംതലയ്ക്ക്. അപ്പോൾ വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച് ഏതിനും കൂടെ നിന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് ചേട്ടൻ. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രൊഡ്യൂസർ നമ്മുടെ കൊല്ലംകാരനാണ്, ജസ്റ്റിൻ ചേട്ടൻ. പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു, ഓൾറെഡി ഇതിനു വേണ്ടിയിട്ട് ലീവ് എടുത്ത് വന്നതാണ്. അപ്പോൾ അത് കാരണം ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് ഒരു കുറവില്ലാതെ തന്നെ ഈ ഒരു വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു വലിയ സിനിമാ ലൊക്കേഷൻ എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊരു വലിയ നമസ്കാരം ജസ്റ്റിൻ ചേട്ടനോട് ഞങ്ങൾ പറയുകയാണ്. തീർച്ചയായും. അപ്പോൾ ഒരു നല്ലൊരു വിജയമായിട്ട് മാറട്ടെ. ഈ നിമിത്തം എന്നും എല്ലാവർക്കും നല്ലൊരു നിമിത്തമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളോട് സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. ഓക്കെ.